എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ കഴിഞ്ഞ് സെക്കൻഡ് ബാറ്റിൽ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കാക്കത്തലയനാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ അവൻ്റെ ആ ബ്ലാക്ക് ഷാഡോ പവർ ഉപയോഗിച്ച് ഫ്ലൈ ചെയ്ത് വരും. നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെടും. അവനാണെങ്കിൽ ആ ബ്ലാക്ക് മാനെ ഇടിച്ചു വീഴ്ത്തി അവൻ്റെ ഉണ്ടായിരുന്ന പ്രിൻസസിനെ സേവ് ചെയ്യുകയാണ്. അവൻ പൈപ്പിൽ ഒളിക്കുന്നത് കണ്ട പ്രിൻസസ് ആണെങ്കിൽ ഇപ്പോൾ ആ പൈപ്പ് മുഴുവൻ ഹീറ്റാക്കി അവനെ പുറത്തേക്ക് കൊണ്ടുവരും. ഇൻവിസിബിൾ ഗേളും പ്രിൻസസും അവനെ പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും അടുത്ത നിമിഷം അവരുടെ ബോഡിയിലെല്ലാം കൂണങ്ങനെ മുളച്ച് വരികയാണ്. ഇത് ക്രിയേറ്റ് ചെയ്തത് മറ്റാരുമല്ല, ബി ടീമിലെ ആ കൂൺ പെണ്ണ്. അവരുടെ എ പ്ലാൻ അത് തകർന്നു. സോ അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്ലാനായിട്ടുള്ള ബി അതുപയോഗിച്ച് നൈസായിട്ട് നമ്മുടെ ആൾക്കാരെ ഇപ്പോൾ പാനിക് ആക്കിയതും ഡൈവേർട്ട് ആക്കിയതും. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരുടെ ബോഡിയിലും അവിടെ ഫ്ലോറിലും എല്ലാം തന്നെ കൂണുകൾ അങ്ങനെ മുളച്ച് വരികയാണ്. മോമുവും ഇൻവിസിബിൾ ഗേളും അവരാണെങ്കിൽ ടെൻഷനായിട്ട് ഉച്ചത്തിൽ നിലവിളിക്കും. ആ സമയം ടോക്കിയാമയും അതുപോലെ തന്നെ പ്രിൻസസും അവരാണെങ്കിൽ ഷോക്കാവും. ഇവിടെ കൂൺ പെണ്ണാണെങ്കിൽ വീണ്ടും കൂണുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മിനിറ്റോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഹാർട്ട് ബീറ്റ് കൂടും, ഭയം കൂടും. ഉടനെ ബി ടീമിലെ കുട്ടികൾ പറയും കൂണുകൾ ഒരുപാട് നേരത്തേക്കൊന്നും അവിടെ സസ്റ്റെയിൻ ചെയ്യില്ല, അല്പസമയം കഴിയുമ്പോൾ അത് താനെ ഇൻവിസിബിൾ ആയി പോവും. പക്ഷേ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും അറിയില്ല. അടുത്ത പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, അവരെങ്ങനെ ലോക്ക് ചെയ്യും, ഒന്നും മനസ്സിലാവാതെ അവരെങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത കെൻഡോയെ കാണിക്കും. അവളാണെങ്കിൽ ഓൾറെഡി ഇതെല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ബ്ലാക്ക് മാനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കുക. അവർ ഡാർക്ക് ഷാഡോ ഉപയോഗിക്കുന്ന അതേ സമയം ആ ഡാർക്ക് ഷാഡോയിലേക്ക് പോയി തന്നെ അവരെ കൺട്രോൾ ചെയ്യണം. അതാണ് അവൾ ആദ്യം കൊടുത്ത ഇൻസ്ട്രക്ഷൻ. അവനാണെങ്കിൽ അതനുസരിച്ച് തന്നെ ചെയ്യും. കെൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം അവർ ഉറപ്പായാലും അവർ ലൈറ്റ് പവർ ഉപയോഗിച്ച് ബ്ലാക്ക് മാനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന്. ഇൻ കേസ് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ പ്ലാന് അത് സക്സസ്ഫുൾ ആവും. അതല്ല എങ്കിൽ പ്ലാൻ ബി, അത് ആ മഷ്റൂം പെൺകുട്ടിയെ കൊണ്ട് ഒരുപാട് മഷ്റൂംസ് ക്രിയേറ്റ് ചെയ്ത് അവർ ഡൈവേർട്ട് ചെയ്യുക എന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുപോലെ ഒരുപാട് കൂണ് വരുന്നത് കൊണ്ട് തന്നെ അവർ തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാതെ എങ്ങനെ ആ കൂണുകളെ അവിടെ നിന്ന് ഒഴിവാക്കാം എന്നായിരിക്കും ചിന്തിക്കുക. ആ ഗ്യാപ്പിൽ അവർ അറ്റാക്ക് ചെയ്യണം. അതാണ് പ്ലാൻ ബി. അവരങ്ങനെ പാനിക്കായിട്ട് നിൽക്കുന്ന സമയം പാനിക് പയ്യനാണെങ്കിൽ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യും. ഏത് വിധത്തിൽ ഏത് ലെറ്റേഴ്സ് പോലും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല ഫോഴ്സിൽ കാറ്റ് ആഞ്ഞടിപ്പിച്ച് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് സാധിക്കും. അതാണ് അവൻ്റെ സ്പെഷ്യൽ എബിലിറ്റിയും പവറും കഴിവും. ആ ഒരു അറ്റാക്കിൽ ഇൻവിസിബിൾ ഗേളും ഓമോയും അവർ രണ്ടുപേരും രണ്ട് വഴിക്കാവുമെന്ന് അവർക്കറിയാം. അതേസമയം ലേസർ വെച്ച് ഇവരാണെങ്കിൽ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓമോയും ഇൻവിസിബിൾ ഗേളും അവർ ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലം മനസ്സിലാക്കി അവരാണെങ്കിൽ ചെക്ക് ചെയ്ത് അങ്ങനെ പോവും. ഇവിടെ ഇൻവിസിബിൾ ഗേൾക്കാണെങ്കിൽ പേടിയും ടെൻഷനും ഒരുപോലെ തോന്നി. അവളാണെങ്കിൽ നിർത്താതെ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ഇൻവിസിബിൾ ഗേൾ ആണെങ്കിൽ അവളുടെ ബോഡിയിൽ കിളിർത്തു വരുന്ന ആ ഒരു കൂണുകളെല്ലാം തട്ടി എറിയാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൾ തട്ടി എറിയും തോറും ഒരുപാട് എണ്ണങ്ങൾ വീണ്ടും മുളച്ച് വന്നുകൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഓരോ മൂവ്മെൻറ്റും അതുപോലെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പുറത്താണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് അവരുടെ ടീമിലുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ വിഷമം തോന്നുകയാണ്. ഇവിടെ വെള്ളത്തലയനാണെങ്കിൽ ഭയങ്കരമായിട്ട് വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ തുള്ളിച്ചാടും. ക്ലാസ് ബിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. റിയൽ പവറും അവരുടെ ബുദ്ധിയുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. റോക്കിയാൻ ടീമിനാണെങ്കിൽ ആ ഒരു വെള്ളത്തലയൻ നമ്മുടെ ആൾക്കാരെ പരിഹസിക്കുമ്പോൾ ഒരുപാട് ദേഷ്യം തോന്നും. അവരാണെങ്കിൽ അപ്രകാരം പരിഹസിക്കാൻ പാടില്ല എന്ന് പറയും. ഇവിടെ നമ്മുടെ ഹീറോ പയ്യനാണെങ്കിൽ മോമോ പയ്യൻ അവനങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ടെൻഷൻ കൂടുകയാണ്. ഓ നോ, ബി ടീമിൻ്റെ പ്ലാൻ അതെന്താണ്? സത്യത്തിൽ എന്താണ് ഇവരൊരു രണ്ടാമത്തെ പ്ലാൻ ഉപയോഗിച്ച് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കാത്തത്? ഒരിക്കലും ഒരു സ്ഥലത്ത് അങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കാൻ പാടില്ല. അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു വെപ്പൻ ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത് വേണം എവിടെയെങ്കിലും നിൽക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഏത് സമയത്ത് പോലും ഓപ്പണൻസ് അവരെ അറ്റാക്ക് ചെയ്യാം. ഹീറോ ആ ചിന്തിക്കുന്ന അതേ സമയം തന്നെ ഇവിടെ ആ വില്ലത്തി പെണ്ണ് അവൾ ചാടി വീണ് ഇപ്പം മോമോയെ ആഞ്ഞെട്ടിക്കുകയാണ്. താഴേക്ക് വീണ മോമോയെ വിടാതെ അവളാണെങ്കിൽ വീണ്ടും ആഞ്ഞ് പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഉടനെ മോമോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാണ്. കെൻഡ വില്ലത്തി അവളാണെങ്കിൽ അവളുടെ കൈ വലുതാക്കി നിർത്താതെ ആ ഷീൽഡിനെ ആഞ്ഞടിച്ച് ആ ഷീൽഡ് തന്നെ ഒരു പരിധി വരെ തകർക്കും. ഇവിടെ ആ വെള്ളത്തലയും ടെക്സിസിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കണ്ടില്ലേ എൻ്റെ കുട്ടികളുടെ പെർഫോമൻസ്, അവർ ഉറപ്പായാലും ഇതിൽ ജയിക്കുമെന്ന് പറയും. ടോഡറോക്കെ ആണെങ്കിൽ ക്യാഷ് ആയിട്ട് പറയും മത്സരം തീരാനായിട്ടില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിയൽ പ്ലാനും പവറും എന്താണെന്ന് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അവളുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുൻപ് അവളോടൊപ്പം ഞാൻ ടീമായി പ്രവർത്തിച്ചപ്പോഴാണ് അവളുടെ ബ്രെയിനും ബുദ്ധിയും പ്ലാനും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയും. വെള്ളത്തലയനാണെങ്കിൽ അത് കേട്ട് ഒന്ന് ഞെട്ടും. ഒക്കെ ആണെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടെ കാത്തിരിക്കുകയാണ്. ആ സമയം ഇവിടെ എൻ്റെ ആണെങ്കിൽ ഇപ്പോൾ അവളോട് പറയും, സത്യത്തിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, നിങ്ങൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, എന്നെ നിനക്ക് പറ്റുമെങ്കിൽ തോൽപ്പിക്കാൻ പറഞ്ഞ് വീണ്ടും അവൾ അറ്റാക്ക് ചെയ്യും. ഇവിടെ ടോഡറോക്കിക്കാണെങ്കിൽ അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടില്ല. ഉറപ്പായാലും മോമോ അവള്
ഈ ഒരു ഫൈറ്റിൽ ജയിക്കുമെന്ന് തന്നെ അവനങ്ങനെ തറപ്പിച്ച് പറയും. ഇവിടെ ടെൻഡോ ആണെങ്കിൽ നിന്നെ ഞാൻ തോൽപ്പിക്കുന്നു പറഞ്ഞ് അവളുടെ ആ ഷീൽഡിൽ ആഞ്ഞിടിച്ച് ആ ഷീൽഡ് അങ്ങനെ പറത്തി കളയാണ്. അടുത്ത നിമിഷം മോമോ അവളൊരു പീരങ്കി അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവളുടെ കയ്യിൽ ടെൻഡോയ്ക്ക് നേരെ അങ്ങനെ പോയിന്റ് ചെയ്ത് പിടിക്കുകയാണ്. അത് കണ്ട് അവൾ ഞെട്ടും. മറ്റൊരു ഭാഗത്ത് ആ കൂണുണ്ടാക്കുന്ന പെണ്ണ്, അവൾക്കാണെങ്കിൽ ഇപ്പൊ ഭയം കൂടി വരികയാണ്. എന്ത് ചെയ്യണം? ബി ടീമിൽ നിന്ന് പതിയെ എ ടീമിലേക്ക് ചാടിയാലോ എന്ന് വരെ അവൾ ആലോചിക്കും. അതേസമയം ബ്ലാക്ക് മാൻ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ പ്രിൻസസിനെ പിടിച്ചു വലിച്ച് തട്ടിക്കൊണ്ടു പോവാണ്. പയ്യനാണെങ്കിൽ അതുകൊണ്ട് വെറുതെ ഇരിക്കില്ല, അവന്റെ പിന്നാലെ പോയി പ്രിൻസസിനെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ആ കൂൺ പെണ്ണാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ദേഹത്ത് വീണ്ടും വീണ്ടും കൂണുകൾ ക്രിയേറ്റ് ചെയ്യാണ്. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാക്കപ്പയ്യനാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കും. അതേസമയം ബ്ലാക്ക് മാൻ ആണെങ്കിൽ പൂർണ്ണമായിട്ടും പ്രിൻസസിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യുക? മോമോ പെണ്ണും അതുപോലെ തന്നെ പ്രിൻസസും അവർ രണ്ടുപേരും ഓൾമോസ്റ്റ് ട്രാപ്പിലായിരിക്കുകയാണ്. ഇനി എങ്ങനെ മുൻപോട്ടേക്ക് നീങ്ങും? അതൊന്നും മനസ്സിലാവാതെ അവരങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കും. ഇവിടെ ബി സെക്ഷനിലുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ ഹാർട്ട് ബീറ്റും ടെൻഷനും കൂടി വരും. കാരണം ഇപ്പൊ മോമോയുടെ കയ്യിലിരിക്കുന്നത് വലിയൊരു പീരങ്കിയാണ്. അത് വെച്ച് ഷൂട്ട് ചെയ്ത കെൻഡോയുടെ കഥ കഴിയും. ഇനി അതല്ല, കെൻഡോ ആ ചുമര് തകർക്കാനാണോ പ്ലാൻ ചെയ്യുന്നത്? ചുമര് തകർത്തു കഴിഞ്ഞാൽ ബി ടീമിലുള്ളവരെ ഈസി ആയിട്ട് അവർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയും. സോ എന്താ സംഭവിക്കണേന്ന് അറിയാതെ അവരെല്ലാവരും ആകാംക്ഷയോട് കൂടെ വെയിറ്റ് ചെയ്യും. ഇവിടെ കെൻഡോ ആണെങ്കിൽ ചാടി വന്ന് മോമോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആ സമയം മോമോ ആണെങ്കിൽ ഷൂട്ട് ചെയ്യും. പുറത്തേക്ക് വന്ന ബുള്ളറ്റ് ആണെങ്കിൽ കെൻഡോയെ അറ്റാക്ക് ചെയ്യില്ല. അവർ പ്രതീക്ഷിച്ച പോലെ ആ ഒരു മതിലും ദ്വാരം ഉണ്ടാകില്ല. ഒരു വലിയ സഞ്ചിയായിരിക്കും ഇപ്പൊ ബുള്ളറ്റ് തട്ടി പുറത്തേക്ക് അങ്ങനെ തെറിച്ചു പോവുക. അത് കണ്ട കെൻഡോ ആണെങ്കിൽ രക്ഷപ്പെട്ടു, ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവളെ പിടിക്കാൻ നോക്കും. ആ സമയം മോമോ ആണെങ്കിൽ അവളുടെ ബോഡിയിൽ നിന്ന് എന്തോ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കെൻഡോയെ പിടിച്ച് വലിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇവർ രണ്ടുപേരും ചേർന്ന് പ്രിൻസസിനെ ആ ഒരു സെല്ലിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കാക്കപ്പയ്യനാണെങ്കിൽ മുകളിലേക്ക് നോക്കും. വലിയൊരു കെട്ട് അത് അവന്റെ നേർക്ക് വരികയാണ്. ഉറപ്പായാലും ഇത് മോമോ പെണ്ണ് തന്നെ അയച്ചതായിരിക്കും മനസ്സിലാക്കിയ അവനാണെങ്കിൽ അത് പിടിക്കും. ഇവിടെ ബ്ലാക്ക് മാനും കൂൺ പെണ്ണും അവർ രണ്ടുപേരും ഷോക്കാവും. കാരണം എന്തോ ഒരു ജെർക്കിംഗ് സൗണ്ട് അത് അവർ കേൾക്കുകയാണ്. എ സെക്ഷന് അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിയില്ല എന്നാണ് ഇത്രയും നേരവും ബി സെക്ഷനിൽ ഉണ്ടായിരുന്ന അവർ കരുതിയത്. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ കാക്കപ്പയ്യൻ അവൻ ആ ഒരു തെർമൽ ഗ്ലോബ് അതിട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ്. തെർമൽ ഗ്ലോബ് ഇട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരെവിടെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഒരു വലിയ കൂടിൻ്റെ അകത്ത് തെർമൽ ഗോഗാണ് ഒരുപാട് അവള് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതുപയോഗിച്ച് കൂണുകളെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. എന്ത് വില കൊടുത്തോ അവരെ പിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അവനങ്ങനെ ഫ്ലൈ ചെയ്ത് വരുമ്പോഴായിരിക്കും ഇടയിൽ ആ കാമിക് മാൻ അവനാണെങ്കിൽ ഇപ്പോൾ കാക്കപ്പയ്യനെ പോയിന്റ് ചെയ്യുക. അവനെ പിടിക്കാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോഴായിരിക്കും ഇൻവിസിബിൾ ഗേൾ അവൾ അവിടേക്ക് വരിക. അവൻ അവളെ ബേർഡിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവൾ അവനെ അറഞ്ചും പുറഞ്ചും ആഞ്ഞടിക്കും. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് കാക്കപ്പയ്യനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോയി ആ ബ്ലാക്ക് മാനെ തുണി ഉപയോഗിച്ച് ലോക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ അവന്റെ ബ്ലാക്ക് ഷാഡോ പവർ ഉപയോഗിച്ച് ഇപ്പോൾ ആ ഒരു കൂൺ പെണ്ണിനെ മടക്കി ലോക്ക് ചെയ്യും. മറ്റൊന്നും ചിന്തിക്കാനില്ല, ഇവരെ രണ്ടുപേരെയും തൂക്കി എടുത്തുകൊണ്ട് പോയി ആ സെല്ലിൽ അടയ്ക്കണം. ക്ലാസ്സിലെ സ്റ്റുഡൻസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരെ സെല്ലിൽ അടയ്ക്കാനായിട്ട് പോവുകയാണ്. കറക്റ്റായിട്ട് മോമോ പെണ്ണ് ആ ഒരു കിഴി അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവനെ കൊണ്ട് അത് കഴിഞ്ഞത്. ഇവിടെ കാക്കപ്പയ്യനാണെങ്കിൽ അവരുമായിട്ട് മുൻപോട്ടേക്ക് കുതിക്കുമ്പോഴായിരിക്കും ആ ഒരു കൂൺ പെണ്ണ് അവൻ കാക്കപ്പയ്യന്റെ ലങ്സിലും ഹാർട്ടിലും ഒക്കെ തന്നെ കൂൺ ക്രിയേറ്റ് ചെയ്യുക. അവനെ കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ശ്വാസം പോലും എടുത്തു വിടാനായിട്ട് കഴിയുന്നില്ല. മറ്റൊരു ഭാഗത്ത് ആ ഒരു ഇൻവിസിബിൾ ഗേൾ ആണെങ്കിൽ അവനെ അറഞ്ചും പുറഞ്ഞ് ഇടിക്കുകയാണ്. ആ നിമിഷം കെൻഡോ ആണെങ്കിൽ അവളുടെ വലിയ കൈ ഉപയോഗിച്ച് അവളെ പിടിക്കുകയാണ്. അപ്പോഴായിരിക്കും മോമോയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കാണിക്കുക. മോമോയെ അവളെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ മോമോയും അതുപോലെ തന്നെ ഇൻവിസിബിൾ ഗേളും പിന്നെ കാക്കപ്പയ്യനും അവർ മൂന്ന് പേരും ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. പ്രിൻസസിനെ ആണെങ്കിൽ ഓൾറെഡി അവർ സെല്ലിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. സോ ഒരു വിധത്തിൽ അങ്ങനെ നമ്മൾ ജയിക്കാൻ പോവുകയാണെന്ന് പറയും. ഇവിടെ വെള്ളത്തലയനാണെങ്കിൽ ഭയങ്കര സന്തോഷം.